ഡാവിഞ്ചിയുടെ മൊണാലിസയെ മാസ്റ്റർ പീസ് ആക്കിയത് ഒരു മോഷണമാണ്. ഒരു നൂറ്റാണ്ട് മുൻപ് നടന്ന ആ കഥ പറയാം. അന്ന് പാരീസിലെ സെയിൽ നദിക്കരയിലെ ലൂവ്ർ മ്യൂസിയത്തിലാണ് മൊണാലിസയെ സൂക്ഷിച്ചിരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മ്യൂസിയമായ ലൂവ്റിൽ ചരിത്രാതീത കാലം മുതലുള്ള 40,000-ഓളം കലാവസ്തുക്കളും നിരവധി പെയിന്റിങ്ങുകളും ഉണ്ടായിരുന്നു. അതിലൊന്നു മാത്രമായിരുന്നു ഈ മൊണാലിസ. അക്കാലത്ത് ഇറ്റലിക്കാരനായ വിൻസെൻസോ പെറൂഗിയെ ലൂവ്റിൽ ജീവനക്കാരനായി നിയമിക്കുന്നത്. മ്യൂസിയത്തിലെ പെയിന്റിങ്ങുകൾക്ക് ഗ്ലാസിൽ നിർമ്മിച്ച സംരക്ഷണ പാളി ഒരുക്കലായിരുന്നു പെറൂഗിയയുടെ ജോലി. വന്ന നാൾ മുതൽ തന്നെ പെറൂഗിയ മൊണാലിസയെ നോട്ടമിട്ടു. ഒരു ദിവസം ജോലി കഴിഞ്ഞു പോകാതെ പെറൂഗിയ ആ മ്യൂസിയത്തിൽ ഒളിച്ചിരുന്നു. രാത്രിയായപ്പോൾ പുറത്തിറങ്ങി പെയിന്റിംഗ് കവർന്നെടുത്തു. പാരീസിലെ തന്റെ അപ്പാർട്ട്മെന്റിനു താഴെ ഒളിപ്പിച്ച ട്രങ്ക് പെട്ടിയിൽ അയാൾ മൊണാലിസയുടെ പെയിന്റിംഗ് 2 വർഷമാണ് ആരും അറിയാതെ ഒളിപ്പിച്ചത്. 2 വർഷങ്ങൾ പിന്നിട്ടതോടെ പെയിന്റിംഗ് വിൽക്കാൻ പെറൂഗിയ തീരുമാനിച്ചു. അതിനായി അയാൾ സമീപിച്ച വ്യക്തി ഇക്കാര്യം അധികൃതരെ അറിയിച്ചു. അങ്ങനെ 2 വർഷങ്ങൾക്കു ശേഷം മൊണാലിസ തിരിച്ച് പാരീസിലേക്ക് എത്തി. അന്നു മുതലാണ് മൊണാലിസ മാസ്റ്റർ പീസായി മാറുന്നത്.